ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് 6 വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാനുള്ള യോഗ്യത നഷ്ടമായിരിക്കുകയാണ്. 2019 WTC ആരംഭിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ഫൈനൽ കാണാതെ പോകുന്നത്. സിഡ്നി ടെസ്റ്റിൽ തോറ്റതോടെ ഇന്ത്യക്ക് 3-1 പരമ്പര നഷ്ടമാവുകയും ചെയ്തു. 10 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി തിരിച്ചുപിടിച്ചു. WTC ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിക്കാനും ഈ വിജയത്തോടെ കങ്കാരുക്കൾക്ക് സാധിച്ചു. ഓസ്ട്രേലിയയുടെ തുടർച്ചയായ രണ്ടാം ഫൈനലാണിത്. 2023 കിരീട പോരാട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ബാറ്റിംഗിലെ പരാജയം ആവർത്തിച്ചതാണ് നിർണായക സിഡ്നി ടെസ്റ്റിലും ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഒന്നാം ഇന്നിംഗ്സിൽ 185 റൺസിന് പുറത്തായ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 157 റൺസിന് കൂടാരം കയറി. ഓസ്ട്രേലിയയെ ഒന്നാം ഇന്നിംഗ്സിൽ 181 റൺസിന് പുറത്താക്കി 4 റൺസിന്റെ ലീഡ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചെങ്കിലും രണ്ടാം ഇന്നിംഗ്സിലെ ഇന്ത്യൻ ബാറ്റിംഗ് ദയനീയമായി പരാജയപ്പെട്ടു. ഓസ്ട്രേലിയ 4 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് നേടി 6 വിക്കറ്റ് വിജയം നേടുകയായിരുന്നു അഞ്ചാം ടെസ്റ്റിൽ. ആദ്യ ഇന്നിംഗ്സിൽ 40 റൺസ് നേടി ടോപ്പ് സ്കോററായ ഋഷഭ് പന്ത് 61 റൺസ് നേടി രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയുടെ മാനം കാത്തു. 22 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യൻ നിരയിൽ കൂടുതൽ റൺസ് നേടിയ രണ്ടാമൻ. നേരത്തെ 141-6 എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 16 റൺസ് കൂടി നേടുന്നതിനിടെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും കാര്യമായ ചെറുത്തുനിൽപ്പ് നടത്താതെ വീണതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിരുന്നു. ബോളണ്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരിക്കേറ്റ ജോഷ് ഹേസൽവുഡിന് പകരക്കാരനായി അവസാന 2 ടെസ്റ്റുകളിൽ എത്തിയതായിരുന്നു. പരമ്പരയിലുടനീളം ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. 162 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ഓപ്പണർ ഉസ്മാൻ ഖവാജ നല്ല തുടക്കം നൽകി. 45 പന്തിൽ 41 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. T20 ശൈലിയിലാണ് അവർ ചേസിംഗ് തുടങ്ങിയത്. ഓപ്പണർമാരായ സാം കോൺസ്റ്റാസും ഉസ്മാൻ ഖവാജയും ചേർന്ന ആദ്യ വിക്കറ്റിൽ വെറും 3.5 ഓവറിൽ 39 റൺസ് നേടി. മാർനസ് ലാബുഷൈൻ 6 റൺസിലും സ്റ്റീവ് സ്മിത്ത് 4 റൺസിലും വീണെങ്കിലും ഹെഡും ഗവാജിയും ചേർന്ന് ഓസീസിനെ കളിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. സ്കോർ ബോർഡിൽ 104 റൺസ് എത്തിയപ്പോൾ ഗവാജ പുറത്തായെങ്കിലും വെബ്സ്റ്ററിനെ കൂട്ടുപിടിച്ച് ഹെഡ് ഓസീസിനെ വിജയത്തിലേക്ക് നയിച്ചു. ഹെഡ് 38 പന്തിൽ 34 റൺസും വെബ്സ്റ്റർ 34 പന്തിൽ 39 റൺസും നേടി പുറത്താകാതെ നിന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു വിജയം വരിക്കുമ്പോൾ ക്രീസിൽ. സാം കോൺസ്റ്റാസ് 22 റൺസ് നേടി. 19-കാരന്റെ കരിയറിലെ രണ്ടാം അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇത്. രണ്ടാം ഇന്നിംഗ്സിൽ നടുവേദനയെ തുടർന്ന് പന്തെറിയാതിരുന്ന ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൗളിംഗിന് മൂർച്ചയുണ്ടായിരുന്നില്ല. 2014-15 പരമ്പരയ്ക്ക് ശേഷമുള്ള ഓസീസിന്റെ ആദ്യ BGT നേട്ടമാണിത്.